ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കി വന്നിട്ടുള്ള മസാല വെച്ചിട്ട് ഒരു കിഡിലൻ സ്നാക്ക്. ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മസാല എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഞാനൊരു പാനിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് നമുക്കൊരു 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മുട്ടയാണ് ഇതിലേക്ക് മെയിനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം ഒന്നങ്ങ് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിൽ ആ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് ആ ഒരു ചിക്കൻ്റെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു മസാല വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി ഞാനിത് അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ അടിയിലൊരു പാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ കെച്ചപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്